ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അങ്ങനെയൊന്നും ഇന്നലെ പറയാൻ പാടില്ലായിരുന്നു. സത്യ വിഷ്ണുവേട്ടന്റെ മകളാണെന്ന് മനസ്സിലാക്കി വിഷ്ണുവേട്ടന്റെ സ്നേഹം നേരിട്ടറിഞ്ഞ കുട്ടിയാ. പക്ഷെ പപ്പി അങ്ങനല്ല. വിഷ്ണുവേട്ടൻ അറിയാമായിരുന്നെങ്കിലും അത് പപ്പിക്ക് അറിയില്ലായിരുന്നല്ലോ. ഇവൾക്ക് അച്ഛനെ കാണാൻ അതുകൊണ്ട് തന്നെ ആഗ്രഹം ഉണ്ടാകാം, നിർബന്ധം പിടിക്കുകയും ചെയ്യാം. അതിന് വഴക്ക് പറഞ്ഞ് എന്റെ ഭാഗത്ത് തന്നെ തെറ്റ്. അമ്മയോട് ക്ഷമിക്കുമ്പോളെ എന്ത് നേരിടാനുള്ള സഹനശക്തിയൊക്കെ ഈ അമ്മയ്ക്ക് നഷ്ടമായിരിക്കുന്നു. മോളെ, സമയം ഒരുപാടായോ? ഇല്ല സത്യമേ, എനിക്ക് അച്ഛനെ കാണണം. എനിക്കെന്റെ അച്ഛനെ കാണണം. അച്ഛ കേട്ടില്ലേ മോൾ ഉറക്കത്തിലും പറയുന്നത്? മോൾക്ക് അച്ഛനെ കാണണമെന്നാ പറയുന്നത്. ഇത്രയും നാളും പറഞ്ഞു പറ്റിച്ചതുപോലെയല്ല. കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തേ പറ്റൂ. എല്ലാം അറിയാവുന്ന സത്യാമ്മ തന്നെയാണ് ഈ പറയുന്നത്. അതെ, സത്യാമ്മ തന്നെയാ. വിഷ്ണു അവനെവിടെയാ ഒളിച്ചിരിക്കുന്നത്? ഈ കുട്ടികളെയും കുടുംബത്തെയും മറന്നുകൊണ്ട് എവിടെ പോയി ഒളിച്ചാൽ അവന് എങ്ങനെ സമാധാനം കിട്ടുന്നത്? ഒരാളെ അല്ലല്ലോ അവൻ വഞ്ചിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തെ മൊത്തം കണ്ണീരിലാഴ്ത്തിക്കൊണ്ടല്ലേ അവനീ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. എന്നെ ചതിച്ചതോ പോട്ടെ, അത് കുറച്ച് പണമാണെന്ന് വെക്ക. മോളെ, നിന്നെ കുട്ടികളെ ആരെ ഏൽപ്പിച്ചിട്ടാ അവനീ നടപ്പ് നടക്കുന്നത്? എവിടെ പോയി എങ്ങനെയൊക്കെ ജീവിച്ചാലും അവൻ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. എന്നെയും നമ്മുടെ കുടുംബത്തെയും കണ്ണീരിലാഴ്ത്തിയിട്ട് ഏതു പാപനാശിനിയിൽ അവൻ മുങ്ങിക്കുളിക്കാൻ പോകുന്നത്? എവിടെ മുങ്ങിക്കുളിച്ചാലും ശരി, ഈ അമ്മയുടെ മനസ്സറിഞ്ഞുള്ള പ്രാക്കിൽ നിന്ന് അവന് രക്ഷപ്പെടാനാവില്ല. ഗതികെട്ടവൻ അലയും ഈ ജീവിതകാലം മുഴുവൻ. സത്യാമ്മ, മോളെ, പ്രാകാതിരിക്കാൻ ഒരുപാട് ഞാൻ ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. നീ ഞാനും ഈ മക്കൾ ഒഴുക്കുന്ന കണ്ണീരിന് അവൻ സമാധാനം പറഞ്ഞേ പറ്റൂ. ഈ കുഞ്ഞുങ്ങൾ ഇവരെന്ത് പിഴച്ചു? അച്ഛനെ കാണണമെന്നോ അച്ഛന്റെ കൂടെ നടക്കണമെന്നോ ഒക്കെ ഇവർക്കും ആഗ്രഹം കാണില്ലേ? ഇതൊന്നും ഓർക്കാതെ എന്തിന്റെ പേരിൽ മാറി നിന്നാലും ശരി, അവൻ ഒരു കാലത്ത് ഞാൻ മാപ്പ് കൊടുക്കില്ല. ഈശ്വരന് മാപ്പ് കൊടുക്കില്ല. ഞാൻ ചത്താൽ എന്റെ ശവം പോലും അവനെ കാണിക്കരുത്.